വിവാഹത്തിലെ പാഴ്ചെലവിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വലതുഭാഗത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഈ പാഴ്ചെലവിൽ ആദ്യമായിട്ട് വരുന്നത് ക്ഷണക്കത്തുകളാണ്. ഈ ക്ഷണക്കത്തുകൾ അച്ചടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പാഴ്ചെലവ് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. സാധാരണയായിട്ട് ആൾക്കാർ വളരെ മോടി കൂടിയ രീതിയിൽ ഈ ക്ഷണക്കത്തുകൾ അച്ചടിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് വാസ്തവം പറയുകയാണെങ്കിൽ ഒരു അനാവശ്യമായ ഒരു കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ വേണമെങ്കിൽ ഒരു ക്ഷണക്കത്ത് മാത്രമേ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഇതിൽ നിന്ന് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വസ്ത്രങ്ങളാണ്. വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കല്യാണ ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയും അതിന് മുകളിലും വസ്ത്രങ്ങൾക്ക് വിലയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കല്യാണത്തിൻ്റെ ഒരു ആവശ്യത്തിന് മാത്രമേ ഇത് ഉടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വിലയ്ക്ക് നമ്മൾ 2 3 സാരികളോ മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അടുത്തതായിട്ട് വിവാഹസദ്യയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് അത് ഒരു രീതി തന്നെ ഈ കാര്യത്തിലുണ്ട്. അതായത് സാമ്പാർ, അവിയൽ, തോരൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു സദ്യ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയും. നോൺ വെജിറ്റേറിയനായിട്ടുള്ള ഭക്ഷണങ്ങളും അല്ലാത്ത വിഭവങ്ങളൊക്കെ ചേർക്കുമ്പോൾ അനാവശ്യമായിട്ട് കാശ് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഈ കാര്യത്തിന് വേണ്ടി പോകുകയാണ്. അടുത്തതായിട്ട് സ്വർണം നമ്മൾ എക്കാലത്തും സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്ന ഒരു ഏർപ്പാട് പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ആവശ്യമുള്ളത് പെൺകുട്ടിയുടെ ശരീരത്തിന് ഈ ആഭരണങ്ങൾ ധരിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആഭരണം നമ്മൾ ഒരു നിക്ഷേപമായിട്ട് ആ പെൺകുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർക്കത് ഒരു ഉപകാരമായിട്ട് തീരും. അപ്പോൾ ഇതും നമ്മൾ കുറേയൊക്കെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ വിവാഹം നടത്തുന്നതിന് കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.